ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം UDFന് ബൂമറാങ് ആകുമെന്ന് മന്ത്രി MP രാജേഷ്. LDFും UDFും ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള. കേരളത്തിൽ UDF അനുകൂല ട്രെൻഡെന്ന് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ ആരംഭിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞോ എന്നായിരുന്നു 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ വിഷയം. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന LDFന് മൂന്നാം ഊഴം ഉറപ്പെന്ന് മന്ത്രി MP രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF ഇപ്പോൾ പാരഡി ഗാനം പാടാത്തത് കോൺഗ്രസിന്റെ പങ്ക് വ്യക്തമാകുന്നതുകൊണ്ടാണെന്നും MP രാജേഷ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായിട്ട് വരികയാണ്. ഇനി ആരിലേക്കെല്ലാം എത്തുമെന്ന നിലയിൽ ഉള്ള ആധിയാണ് കോൺഗ്രസിനെയും UDFനെയും ഒക്കെ നയിക്കുന്നത്. സ്വർണ്ണപ്പാളി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFനെയും തിരിഞ്ഞു കുത്താൻ പോകുന്ന ബൂമറാങ്ങാണ്. ഞങ്ങൾ അതിനെ കാത്തിരിക്കുന്നു. നിങ്ങൾ ചർച്ച ചെയ്യൂ, നമുക്ക് കാണാം. നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാ സംഘത്തോടൊപ്പം എത്തിച്ചേരാൻ കേരളം തയ്യാറായി കഴിഞ്ഞെന്ന് BJP നേതാവും മുൻ ഗവർണറുമായ PS ശ്രീധരൻപിള്ള. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദേവാലയത്തെ നശിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചത്. ശബരിമലയെ കൊള്ളയടിക്കുന്നതിൽ LDFും UDFും ഒരുപോലെ കുറ്റക്കാരെന്നും PS ശ്രീധരൻപിള്ള. ശബരിമല എന്നും കൊള്ളയടിക്കുന്നതിൽ ഈ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കാര്യത്തിൽ സമർപ്പിതമായ സമീപനമുള്ളവർ, ആ സമർപ്പിത ജീവിതമുള്ളവർ, അതുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. LDFും BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആരോപണം. കേരളത്തിൽ UDFന് അനുകൂലമായ ട്രെൻഡുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നടിഞ്ഞെന്നും ഈ BJPയും CPMും തമ്മിലുള്ള ഈ ഒരു ഇന്നറായിട്ടുള്ള ഒരു അന്തർധാരയുണ്ടോ എന്ന് കേരളം സംശയിക്കുന്നിടത്തേക്ക് കേരളം മാറുകയാണ്. പുറത്ത് ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ അവരത് പറയും. പക്ഷെ അവിടേക്കാണ് കേരളം പോകുന്നത്. ഏറ്റവും വലിയൊരു നേട്ടം ഞങ്ങൾ കാണുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ വിജയം ഞങ്ങൾ വലിയ പ്രതീക്ഷയായി കാണുകയാണ്. തുടക്കത്തിൽ സ്പെഷ്യൽ എൻകൗണ്ടറിനെ 3 നേതാക്കളും അഭിനന്ദിച്ചു. ശ്രീ SKN, ഞാൻ അങ്ങയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ടെലിവിഷൻ ചർച്ചകളെല്ലാം പോർവിളിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ വസ്തുതകൾ അറിയാനും ജനങ്ങളെ അറിയിക്കാനും ഉതകുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഷോ ആരംഭിച്ചത് നമ്മുടെ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് എൻ്റെ പ്രിയ സുഹൃത്തായ താങ്കൾ ഇറങ്ങിപ്പുറപ്പെട്ട് നന്നായി. ഞാൻ താങ്കളെ ഹാർദമായി അനുമോദിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ളൊരു മാധ്യമ ചർച്ചയ്ക്ക് വഴിയൊരുക്കി അങ്ങേ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.